മാം. ഹലോ, കേൾക്കാമോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സ്കൂളില് സെക്കൻഡ് ചാപ്റ്റർ എത്തിയോ? ഇല്ല, ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഞാൻ ആൻസർ ഷീറ്റ് അയച്ചിരുന്നു, നോക്കിയായിരുന്നോ? കണ്ടു. അത് തെറ്റിപ്പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വീക്കിനുള്ളിൽ ഒന്ന് അയക്കണേ, എന്നിട്ട് ചെയ്തിട്ട് ഓക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വെനസ്ഡേ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ട്രൈ ചെയ്ത് നോക്ക് ഫസ്റ്റ്. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് വെനസ്ഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. തെറ്റിയത് മാത്രം അയച്ചാൽ മതി. ഞാൻ ആ നമ്പർ ഇട്ടിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ 3 ഗ്യാസ് ലോസ് ഒക്കെ പറഞ്ഞായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? വീഡിയോ ഇല്ല. ഓൺ ചെയ്യൂ. വീഡിയോ ഓൺ ചെയ്യോ? ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ 3 ടേംസ് ആണ് നമ്മൾ പ്രോപ്പർട്ടീസ് പറയാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ വോളിയം, പ്രഷർ, അതേപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചർ. വോളിയം എന്ന് പറയുമ്പോൾ ഫിക്സഡ് വോളിയം ഇല്ല, ഗ്യാസസിന് ഫിക്സഡ് വോളിയം ഇല്ല. ഏത് കണ്ടെയ്നറിലാണോ അത് കീപ്പ് ചെയ്തിരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും ഗ്യാസിന്റെ വോളിയം. പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാസ് മോളിക്യൂൾസ് അത് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് തമ്മിലും ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ വോൾസിൽ പോയിട്ട് ഹിറ്റ് ചെയ്യും. അപ്പൊ അതൊരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ അതിന്റെ പ്രഷർ എന്ന് വിളിക്കുന്നത്, ഒരു ഗ്യാസിന്റെ പ്രഷർ. അതേപോലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിനുള്ള ആവറേജ് ആയിട്ട് അതിനുള്ള കൈനറ്റിക് എനർജീനെയാണ് എന്ത് വിളിക്കുക, അതിന്റെ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇതിനെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ 3 ഗ്യാസ് ലോസ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസിന്റെ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ അവിടെ ഡിക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ആൻഡ് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അതാണ് ബോയിൽസ് ലോ പറയുന്നത്. രണ്ടാമത്തെ ലോ ആണ് ചാൾസ് ലോ. ചാൾസ് ലോ അനുസരിച്ചിട്ട് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലിന്, നമ്മൾ കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സെൽഷ്യസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് സെൽഷ്യസിൽ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ലോ പ്രകാരം കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചറുമായിട്ടാണ് എന്ത് വരുന്നത്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ലോ ആണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ അനുസരിച്ചിട്ട് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഗ്യാസ് വോളിയം എന്ന് പറയുന്നത് അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ 3 ഗ്യാസ് ലോസ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ബ്രാഞ്ച് ആണ് കെമിസ്ട്രിയുടെ. അതും അതിന്റെ പ്രോബ്ലംസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അത് കേട്ടിട്ടുണ്ടോ മുന്നേ മോൾ കൺസെപ്റ്റ് എന്ന് എപ്പോഴെങ്കിലും? ഇല്ല. മോൾ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യും, നമ്മൾ ഈ കെമിസ്ട്രിയിലെ എക്സ്പെരിമെന്റ്സും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഈ ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെ ഒക്കെ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ് ആ കാൽക്കുലേഷൻസ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്ന സമയത്ത് നമ്മൾ ആറ്റവും മോളിക്യൂളും നമുക്ക് ഇരുന്ന് എണ്ണാൻ പറ്റില്ലല്ലോ, കാരണം ന്യൂമറസ് ഉണ്ടല്ലോ, അത്രയും ചെറുതുമാണ്, അത്രയും ഉണ്ട്, ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ യൂസ് ചെയ്യുന്ന ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളുടെ കയ്യിൽ കുറച്ച് 5 റുപ്പി കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അതിൽ ഒരു 5 റുപ്പി കോയിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 5 ഗ്രാം. ഒരു 5 റുപ്പി കോയിന്റെ വെയിറ്റ് 5 ഗ്രാം ആണ്. അങ്ങനെ നമ്മളുടെ കയ്യിൽ കുറച്ചധികം ഇരിപ്പുണ്ട്. എത്രയാന്ന് നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല, പക്ഷെ അത് ഒരു 25 ഗ്രാംസ് ആണ് അതിന്റെ വെയിറ്റ് വരുന്നത്. ഒരെണ്ണത്തിന്റെ വെയിറ്റ് 5 ഗ്രാം ആണ്. ടോട്ടൽ ഒരു 25 ഗ്രാം വെയിറ്റ് വരുന്ന 5 റുപ്പി കോയിൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര കോയിൻ ഉണ്ടാവും? 5 ആയിരിക്കില്ലേ? കാരണം 5 ഗ്രാം വെച്ചിട്ട് 25 ഗ്രാംസ് ആണ്. അപ്പൊ 5 ആണ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്താ അവിടെ യൂസ് ചെയ്തത്? അതിന്റെ മാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അല്ലേ? അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിന് ഈ പറഞ്ഞ പോലെ സെയിം ആയിട്ടുള്ള, ഇപ്പൊ ഇതിലെ കോയിൻസ് എല്ലാം 5 റുപ്പി കോയിൻസ് ആയിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം തന്നെ സൈസും സെയിം ആണ്, മാസും സെയിം ആണ്.
അതേപോലെ ഈ പാർട്ടിക്കിൾസിന് സെയിം ആയിട്ടുള്ള സൈസ് ആണ്, സെയിം ആയിട്ടുള്ള മാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോട്ടൽ മാസിൽ നിന്നും അതിന്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ലോജിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ല, ഓക്കെ ഈ ആണല്ലോ? സെയിം മാസ് ആണെന്ന് ഞാൻ കണ്ടുപിടിക്കോ? കാരണം ആറ്റംസ് എന്ന് പറയുമ്പോൾ ഒരേ ആറ്റംസ് അല്ലേ എല്ലാത്തിന്റെയും. ഇപ്പൊ നമ്മൾ കുറച്ച് ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിലെല്ലാം ഉണ്ടാവുക ഓക്സിജൻ ആറ്റം തന്നെയല്ലേ, വേറെ പക്ഷെ ആറ്റം മിക്സ് ആയിട്ടില്ലല്ലോ. ഓക്സിജന്റെ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ, പല ഒരേ ഓക്സിജൻസിന്റെ. ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. ഓ, ഓക്കെ. അതുകൊണ്ട് ഇപ്പൊ ഓക്സിജൻ ആറ്റം ആണെങ്കിൽ അതിന്റെ എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടി, ലൈക്ക് അതിന് ഏത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതിന്റെ സൈസ്, അതിന്റെ മാസ്, അതെല്ലാം സെയിം ആയിരിക്കും. അതേസമയം ഒരു ഓക്കെ. ഓക്സിജന്റെ ആറ്റവും ഒരു ഹൈഡ്രജന്റെ ആറ്റവും കൂടെ വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. ഓക്കെ, അത് വെച്ചിട്ട് ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, അപ്പോൾ ഈ ഒരു ആറ്റത്തിന്റെ ആണെങ്കിലും മോളിക്യൂൾസിന്റെ ആണെങ്കിലും മാസ് വേണം. ഓക്കെ. അവിടെയാണ് നമുക്ക് ഇപ്പൊ അറ്റോമിക് മാസിന്റെ ആവശ്യം വന്നത്. അപ്പൊ നമ്മളിപ്പോ അറ്റോമിക് മാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഹൈഡ്രജന്റെ 1 അല്ലേ നമ്മൾ അറ്റോമിക് മാസ് ആയിട്ട് എടുക്കുക, അതുപോലെ ഓക്സിജന്റെ 16. കേട്ടില്ല. അറ്റോമിക് നമ്പർ അല്ലേ? അറ്റോമിക് നമ്പറും മാസും ഹൈഡ്രജന്റെ 1. നമ്മൾ മോളിക്കുലർ മാസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റോമിക് മാസ് എടുക്കാറില്ലേ? ഓക്സിജന്റെ 16 ആണ്, അതുപോലെ നൈട്രജന്റെ 14 ആണ്. ഓക്കെ. ചെയ്തിട്ടില്ലേ ആ. അങ്ങനെ കാൽക്കുലേഷൻസ്? ഓക്കെ. ഈ മാസസ് ആക്ച്വലി അതിന്റെ റിയൽ മാസ് അല്ല, നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന മാസാണ്. കാരണം ഇപ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ടെക്നോളജി ഇല്ല, നമുക്ക് അത്രയും മാസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇത്രയും മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണെങ്കിൽ കൂടി അതിന്റെ ആക്യുറേറ്റ് മാസ് കണ്ടുപിടിക്കാനുള്ള മോഡേൺ ടെക്നോളജി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആക്ച്വലി ഇത്രയുമാണ്, 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാംസ് ആണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആക്ച്വൽ മാസ്. ഓക്കെ. ഓക്കെ, പക്ഷെ എല്ലാ കാൽക്കുലേഷൻസിലും നമുക്ക് ഈ ആക്ച്വൽ മാസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് നോർമൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ടും ഇപ്പം നമുക്ക് ഈ ഹൈഡ്രജൻ ഉള്ള ഒരു മോളിക്യൂളിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന സമയത്തും ഒക്കെ അത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസിൽ നമ്മളുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ആക്ച്വൽ മാസ് അല്ല യൂസ് ചെയ്യുക, ഈ ആറ്റംസിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു ഒരു 1 ഗ്രാം സാധനം ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. 1 ഗ്രാം എന്തെങ്കിലും ഒരു സാധനം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ഒരു 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ബക്കറ്റ് ഉണ്ട്. ഓക്കെ. ഓക്കെ, ആ ബക്കറ്റിൽ നമ്മൾ 2 പ്രാവശ്യം വാട്ടർ ഫില്ല് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ അത് 2 ലിറ്റേഴ്സ് ആയില്ലേ? ഓക്കെ. നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു 1 ലിറ്ററുമായിട്ട് കമ്പയർ ചെയ്തു, ആ 1 ലിറ്ററിന്റെ 2 ടൈംസ്. സോ ഇത് 2 ലിറ്റർ ആണ് നമുക്ക് മനസ്സിലായി. അല്ലാതെ ഇത് നമുക്ക് ഇനി സെപ്പറേറ്റ് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അതേപോലെ നമ്മൾ ഒരു സാധനത്തിന്റെ മാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ 1 ഗ്രാം എന്ന് പറഞ്ഞത് ഒരു ഫിക്സഡ് മാസ് അല്ലേ? ഓക്കെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള മാസിനെ ഈ 1 ഗ്രാം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പൊ ഇതിന്റെ ഡബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മുടെ കയ്യിലുള്ളത് 2 ഗ്രാംസ് ഉണ്ടെന്ന് പറയും ഓക്കെ. അല്ലെ? അതേപോലെ നമ്മൾ ആറ്റത്തിന്റെ കേസിലും ഒരു മാസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ആറ്റത്തിന്റെ മാസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് 1 യു എന്ന് പറഞ്ഞു, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ബാക്കി എല്ലാവരുടെയും ഇപ്പൊ എത്ര ടൈംസ് ആണ് നമ്മൾ നോക്കും. ഇപ്പൊ 2 ടൈംസ്, 2 ഇരട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അതിന്റെ അറ്റോമിക് മാസ് 2 ആണ്, ഇതിന്റെ 2 ടൈംസ് ആണെന്ന് പറയും. ക്ലിയർ ആയോ? ഓക്കെ. അതാണ് ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി എടുത്തിരിക്കുന്നത് കാർബൺ 12നെയാണ്. ഈ ഐസോടോപ്സ് കേട്ടിട്ടുണ്ടോ? ആ, എന്തുവായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് ഓരോ ഓരോ മ്യൂസിയത്തിന് യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, എനിക്കറിയില്ല. അതായത് ആറ്റത്തിന്റെ അകത്ത് ആരൊക്കെയുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലെ? അതെ. ഈ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്തുണ്ട്. അതില് ഈ ഓക്കെ. പ്രോട്ടോൺസിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ, അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയാം. ഓക്കെ. അതേപോലെ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ അതിന്റെ മാസ് നമ്പർ എന്ന് പറയാം. ഓക്കെ. ഓക്കെ, ഇപ്പൊ ചില ആറ്റംസ് നമ്മൾ നേച്ചറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, അതായത് സെയിം ആറ്റം തന്നെയാണ്. അറ്റോമിക് നമ്പർ ആണ് നമ്മൾ ഒരു എലമെന്റിന്റെ ഇപ്പൊ ലൈക്ക് ഫിംഗർ പ്രിന്റ് ആയിട്ട് പറയുന്ന അറ്റോമിക് നമ്പർ, അതിന്റെ ഐഡന്റിറ്റി അതാണ്. അപ്പൊ ഒരു എലമെന്റിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു അറ്റോമിക് നമ്പർ പറയുന്നത്. അപ്പോൾ ഫോർ ഓക്കെ. എക്സാമ്പിൾ അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ ഇറ്റ് ഈസ് കാർബൺ, ഓക്കെ. അത് അതിന്റെ ഐഡന്റിറ്റി ആണ്.
ഓക്കെ, ഓക്കെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് നമ്മൾ ലൈക്ക് അതിന്റെ ഫിംഗർ പ്രിന്റ് പോലെ നമ്മൾ അതിന്റെ ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത് അതാണ്. അപ്പൊ നമ്മൾ ഈ ഓക്കെ. കാർബൺ ഒക്കെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന സമയത്ത്, നേച്ചറിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ചിലതിനൊക്കെ എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, 12 തന്നെയാണ്. സോ ഇറ്റ് ഇസ് കാർബൺ ഇറ്റ് സെൽഫ്. പക്ഷെ അതിന്റെ ന്യൂട്രോൺസിന്റെ നമ്പർ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അതിന്റെ മാസ് നമ്പർ നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുക. ചില എലമെന്റ്സ് നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് നേച്ചറിൽ നിന്ന്. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് ഈ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഓ. ഹൈഡ്രജൻ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സമയത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്, ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പൽ എഴുതും. എന്നിട്ട് ഇവിടെ മുകളിൽ നമ്മൾ മാസ് നമ്പർ എഴുതും, താഴെ അറ്റോമിക് നമ്പർ എഴുതും. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഹൈഡ്രജൻ നമുക്ക് കിട്ടുന്ന സമയത്ത് എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ 1 തന്നെയാണ്. പക്ഷെ ചിലതിലൊക്കെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് വന്നിട്ട് 0 ആണ്. അതായത് അതിന്റെ മാസ് നമ്പർ വരുന്നത് 1 തന്നെയാണ്. ചിലതിൽ 2 ആണ്, ചിലതിൽ 3 ആണ്. ഇങ്ങനെ 3 ഹൈഡ്രജന്റെയോ? ഹൈഡ്രജന്റെ തന്നെ ന്യൂട്രോൺസിന്റെ നമ്പർ ഡിഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇല്ല, മാം എന്താ പറഞ്ഞ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആവുന്നേ? അല്ല, അതിന്റെ പ്രോപ്പർട്ടീസിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേച്ചറിൽ നിന്ന് കുറച്ച് ഹൈഡ്രജൻ നമ്മൾ എടുക്കുവാണെന്ന് വിചാരിക്കാം. അതിൽ ചിലപ്പോൾ ഒരു ഇത്ര പെർസെന്റേജ് എടുക്കുന്നത് ഈ ഹൈഡ്രജൻ ആയിരിക്കും, ഈ H11 ആയിരിക്കും. ഓക്കെ. ഇത്ര പെർസെന്റേജ് ചിലപ്പോൾ H12 ആയിരിക്കും, ഇത്ര പെർസെന്റേജ് ചിലപ്പോൾ H13 ആയിരിക്കും. ഓക്കെ. ഇങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഈ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് നമ്പേഴ്സ് ഉള്ള സ്പീഷീസസ് ആണ് എന്ത്, ഐസോടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഓക്കെ. എടുക്കുന്ന നേച്ചറിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു 3% ചിലപ്പോൾ H11 ഉണ്ടാവും, 2% ചിലപ്പോൾ H21 ഉണ്ടാവും. ഇങ്ങനെ ഒരു മിക്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് കാർബണിനും ആക്ച്വലി 3 ഐസോടോപ്പ് ഉണ്ട്. ഈ ഐസോടോപ്പുകളുടെ യൂസും ഡിഫറെന്റ് ആയിരിക്കും. കാർബണിന്റെ ആക്ച്വലി 6 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ വരുന്നത്. കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, അതുപോലെ കാർബൺ 14 ഉണ്ട്. ഓക്കെ. ഇതിൽ കാർബൺ 14 ആണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഫോസിൽസ് ഒക്കെ കിട്ടില്ലേ, ഈ പഴയ ഇപ്പൊ ഡൈനോസറിന്റെ ഒക്കെ അസ്ഥി കിട്ടി ഇത്ര വർഷം പഴക്കമുള്ളതാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറില്ലേ, അതാണ് ഞാൻ ആർക്കിയോളജി. ഫസ്റ്റ്. അത് ഈ കാർബൺ 14 ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ. മണ്ണിൽ നിന്ന് എന്തെങ്കിലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് അത് എത്ര വർഷം പഴക്കമുള്ളതാന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കാർബൺ 14 യൂസ് ചെയ്യാൻ പറ്റും. അത് ഓക്കെ. അതിന്റെ ഒരു യൂസ് ആണ്. അപ്പൊ അതേപോലെ ഐസോടോപ്സ് ഉണ്ട്. അതിൽ തന്നെ കാർബണിന്റെ 12 എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ഐസോടോപ്പ്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഐസോടോപ്പ് എന്താന്ന് പറഞ്ഞു, നമുക്ക് അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാർബൺ 12 എന്ന് പറയുന്ന ആറ്റം, ഈ കാർബൺ 12 എന്നിട്ടിരിക്കുന്നത് ഇതിന്റെ മീനിങ് അതാണ്. 12 ആണ് അതിന്റെ മാസ് നമ്പർ എന്നുള്ളതാണ് കാർബൺ 12 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാർബൺ 12ന്റെ ഒരാറ്റം, ഓക്കെ, ആ ആറ്റത്തിന്റെ മാസിന്റെ 1/12 അതാണ് നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കിട്ടിയോ? മനസ്സിലായില്ല, എങ്ങനെ? കാർബൺ 12 എന്ന് പറയുന്ന കാർബണിന്റെ ഒരു ആറ്റം എടുത്തു, ആ ഒരാറ്റത്തിന്റെ മാസ് അതിന്റെ 1/12 മാസ്. ഓക്കെ, ആ മാസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 1/12 എടുത്തു. ഓക്കെ. ആ 1/12നെയാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 1 യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ 1 AMU എന്നാണ് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത്, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇപ്പോൾ 1 U എന്നാണ് പറയാ. നമ്മൾ ജസ്റ്റ് ലൈക്ക് ഗ്രാം, കിലോഗ്രാം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ യൂണിറ്റ്. 1 ഓക്കെ. ഗ്രാമും 1 യുവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ. യൂണിറ്റ് ആണ്, ഈ അറ്റോമിക് മാസിന്റെ യൂണിറ്റ് ആണ്. പണ്ടൊക്കെ അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്നായിരുന്നു, ഇപ്പൊ നമ്മളത് മാറ്റിയിട്ട് 1 U എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഈ 1 U എന്ന് പറയുന്നത് കാർബൺ 12ന്റെ ഒരാറ്റത്തിന്റെ 1/12 മാസാണ്. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഓക്കെ. ഇനി ബാക്കിയുള്ള എല്ലാ ആറ്റത്തിന്റെയും മാസ് നമ്മൾ ഈ മാസമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ എത്ര ടൈംസ് ആണെന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓക്കെ ഇതിന്റെ മാസ് ഇത്രയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജന്റെ മാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സമയത്ത് അത് ഈ ഒരു കാർബൺ 12ന്റെ ഈ ഒരു 1 ആറ്റത്തിന്റെ 1/12 മാസിന്റെ 16 ടൈംസ് ആയിരുന്നു. അതായത് 1 യുവിന്റെ 16 ടൈംസ് ആയിരുന്നു ആ ഓക്സിജന്റെ ഒരാറ്റത്തിന്റെ മാസ്. സോ ഓക്സിജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയായി, 16 U ആയി. ഓക്കെ. ക്ലിയറായോ? അതേപോലെ കാർബണിന്റെ ആറ്റത്തിന്റെ 1/12നാണ് നമ്മൾ 1 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ കാർബണിന്റെ മാസ് എത്ര, അതിന്റെ 12 ടൈംസ് ആണ്.
അല്ലെ? ഇപ്പൊ 12U ആണെന്ത് കാർബണിന്റെ അറ്റോമിക് മാസ്. ക്ലിയർ ആയോ? അതുപോലെ ഇതിന് എക്സാക്ട്ലി ഈക്വൽ ആണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് വന്നിട്ട്. ഈ കാർബണിന്റെ ആറ്റത്തിന്റെ 1/12 എക്സാക്ട്ലി ഈക്വൽ ആണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്. സോ ഇറ്റ് ഈസ് 1U. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഈസ് 1U. അത് നമ്മൾ ഓൾറെഡി എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഇപ്പൊ ഹീലിയം 4, സോഡിയം 23, ഹൈഡ്രജൻ 1 ഇതെല്ലാം ഇതിന്റെ ഇങ്ങനെ കണ്ടുപിടിച്ച റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്, എക്സാക്ട് മാസ് അല്ല. ക്ലിയർ ആയോ? ആ റിലേറ്റീവ് മാസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേഷൻസിലും കാര്യങ്ങളിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ അതാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനി ആ റിലേറ്റീവ് അറ്റോമിക് മാസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് തിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിലും അതിന്റെ അറ്റോമിക് മാസ്, ആ അറ്റോമിക് മാസ് തന്നെ നമ്മൾ ഇൻ ഗ്രാംസ് എടുക്കാന്ന് വിചാരിക്കാം. അതായത് ഈ 1U-ഉം 1 ഗ്രാമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് 1 ഗ്രാമും 1 കിലോഗ്രാമും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? 1 ഗ്രാമും 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ ആ നമ്പർ സെയിം ആണെന്നേ ഉള്ളൂ, ക്വാണ്ടിറ്റി എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? അതേപോലെ തന്നെ ഈ 1U-ഉം 1 ഗ്രാമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 1U ഉള്ള സാധനം നമ്മൾ അതേ എമൗണ്ട് തന്നെ ഇൻ ഗ്രാംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ. 1 മോൾ. ഓക്കെ, ഏതൊരു സാധനത്തിനെയും ഒന്നുകൂടെ പറയാം, ഏതൊരു സാധനത്തിനെയും ഏതൊരു ആറ്റത്തിനെയും അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ്. ഓക്കെ, അതിന്റെ അറ്റോമിക് മാസ് ലൈക്ക് ഇപ്പോൾ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1U ആണ്. അപ്പൊ നമ്മൾ 1 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മോൾ ഹൈഡ്രജൻ. ക്ലിയർ ആയോ? അതേപോലെ ഇപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് മാസ് വന്നിട്ട് 16U ആണ്. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മോൾ ഓക്സിജൻ. 1 മോൾ എന്ന് പറഞ്ഞാൽ ഒരു ടേം യൂസ് ചെയ്യുന്നതാണ്, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് 1 മോൾ. അല്ല, അപ്പൊ മോളില് 1 ഗ്രാം ഓക്സിജൻ എടുക്കുമ്പോ 1 മോൾ അല്ലേ? 16 ഗ്രാം എടുക്കുമ്പോ 60 മോൾ അല്ലേ? അതിന്റെ അറ്റോമിക് മാസ്. ഹൈഡ്രജൻ എന്തുകൊണ്ടാ 1 ഗ്രാം 1 മോൾ ആയ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1U ആണ്. അതുപോലെ ഓക്സിജന്റെ അറ്റോമിക് മാസ് 16U ആണ്. അപ്പൊ 16 ഗ്രാം എടുക്കുന്നതാണ് എന്ത് 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആറ്റത്തിന്റെ അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ അത് 1 മോൾ ആവും. ഇപ്പോ കാർബണിന്റെ 12U ആണെന്ത്, അതിന്റെ അറ്റോമിക് മാസ് വന്നിട്ട് 12U ആണ്. 12 ഗ്രാം കാർബൺ ആണ് എന്ത് 1 മോൾ കാർബൺ. ഏത് ആറ്റം ആണെങ്കിലും അതിന്റെ അറ്റോമിക് മാസ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ വിളിക്കുക, 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഈ 1 മോൾ സബ്സ്റ്റൻസ് നമ്മൾ ഏത് സാധനം എടുത്താലും അതില് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, ഈ നമ്പർ നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ചതാണ്. ഏത് സാധനം ആയിക്കോട്ടെ 1 മോൾ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏത് സാധനം ആയാലും ഏത് ആറ്റം ആയാലും നമ്മളത് 1 മോൾ എടുത്തു കഴിഞ്ഞാൽ, 1 മോൾ മീൻസ് അതിന്റെ തന്നെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ്, അതില് 6.022 × 10⁻23 ആറ്റംസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതെല്ലാത്തിനും അതെ, ഏത് ആറ്റം ആയിക്കോട്ടെ നമ്മൾ അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ആ 1 മോൾ സബ്സ്റ്റൻസിൽ എന്തോരം ഉണ്ടാവും, 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും. ക്ലിയർ ആയോ? ഇത് അത്രയും വലിയ നമ്പർ ആണ്. 6 കഴിഞ്ഞിട്ട് 23 നമ്പർ ഡിജിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 23 സീറോസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത്രയും ആറ്റംസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. ഇത് കണ്ടുപിടിച്ചത് അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ അവഗാഡ്രോ സ്ലോ പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെയാണ് ഇത് ഈ നമ്പറും കണ്ടുപിടിച്ചത്, ഈ മോൾ കൺസെപ്റ്റും കൊണ്ടുവന്നത്. സോ ദിസ് നമ്പർ ഈസ് നോൺ ആസ് അവഗാഡ്രോസ് നമ്പർ. ഇത് നമ്മൾ NA ഇങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് NA എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സാക്ട് നമ്പർ 6.022 × 10⁻23. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഏത് ആറ്റം ആയിക്കോട്ടെ അതിന്റെ അറ്റോമിക് മാസ് ഇൻ
ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ആ 1 മോൾ സബ്സ്റ്റൻസിൽ എന്തോരം ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ ഓക്കെ. ആയോ? ഇനി നമ്മൾ ഈ ഒരു ഗ്രാംസിൽ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയാ. അതായത് നമ്മളിപ്പോ 6 കാർബൺ 12 ആണ്, 12 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയാ 1 ഗ്രാം അറ്റോമിക് മാസ്, അല്ലെങ്കിൽ 1 GAM എന്നും നമുക്ക് പറയാം. നമ്മൾ 1 മോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ 1 GAM എന്നും കൂടെ അതിനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ആ ഒരു ടേമും കൂടെ നമ്മൾ അതിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏത് ആറ്റം ആയാലും അതിന്റെ അറ്റോമിക് മാസ് തന്നെ ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മോൾ അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 GAM ആണ് അതിലുള്ളത് നമുക്ക് പറയാം. അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. കിട്ടിയോ? ആ. ഇനി അപ്പൊ ഇതേപോലെ തന്നെയാണ് മോളിക്യൂൾസിന്റെ കേസ്. ഇപ്പൊ ആറ്റം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് സപ്പോസ് ഒരു മോളിക്യൂളിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഹൈഡ്രജൻ H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെ? മോളിക്യൂൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ട് H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 ഇൻറ്റു ഒരു ഹൈഡ്രജന്റെ മാസ് 2, അല്ലെ? ഇതും എന്ത് തന്നെയാ? അതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള മോളിക്കുലർ മാസ് തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇപ്പോ ഇവിടെ വാട്ടർ H2O 2 ഇൻറ്റു ഹൈഡ്രജന്റെ മാസ് ആയിട്ടുള്ള 1 പ്ലസ് ഓക്സിജന്റെ മാസ് 16. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 18 കിട്ടി, അല്ലെ? അതാണ് അതിന്റെ മോളിക്കുലർ മാസ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആറ്റത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ മോളിക്കുലർ മാസും നമ്മൾ ഇൻ ഗ്രാംസ് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ കയ്യിൽ 18 ഗ്രാം വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അതെന്തായിരിക്കും? 1 മോൾ ഓഫ് വാട്ടർ ആയിരിക്കും. ആറ്റംസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അത് മോളിക്യൂൾസിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഏത് മോളിക്യൂളോ ആയിക്കോട്ടെ, ആ മോളിക്യൂൾ തന്നെ നമ്മൾ അത് ഇൻ ഗ്രാംസ് എടുക്കുവാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ. അതിനെ നമുക്ക് പറയാം, നമ്മൾ നേരത്തെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഗ്രാം മോളിക്കുലാർ മാസ് GMM എന്ന് പറയാം. ക്ലിയറായോ? അതില് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. മനസ്സിലായോ? അത്രയും ഓക്കെ. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് സബ്സ്റ്റൻസും ആയിക്കോട്ടെ അതിന്റെ തന്നെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് 1 മോൾ ഓഫ് ദാറ്റ് ആറ്റം. അതേപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മോളിക്യൂൾ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ മോളിക്കുലാർ മാസ് ഇൻ ഗ്രാംസ് എടുക്കുവാണ്. ദെൻ ഇറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് മോളിക്യൂൾ. ആൻഡ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് ഈ പാർട്ടിക്കിൾസ് മാറും. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഒരു ആറ്റം ആണെങ്കിൽ, ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം ആണ് നമ്മൾ എടുത്തെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. അതേസമയം നമ്മൾ എടുത്തത് H2 മോളിക്യൂൾ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. അതല്ല, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അയൺ എടുത്തെന്ന് വിചാരിക്കും. ഇപ്പോ O- അയോൺ എടുത്തു, O2- അയോൺ എടുത്തു. അപ്പൊ അവഗാഡ്രോ നമ്പർ ഓഫ് O2- അയോൺസ് ഉണ്ടാകും. 1 മോൾ ഏത് സബ്സ്റ്റൻസ് ആയാലും അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. പാർട്ടിക്കിൾസ് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് അനുസരിച്ചിട്ട് അത് മാറും. നമ്മൾ ആറ്റം എടുത്തെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്, നമ്മളൊരു മോളിക്യൂൾ എടുത്തെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ 1 മോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആറ്റം ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഗ്രാം അറ്റോമിക് മാസ് GAM എന്നും കൂടെ ഒരു ടേമും കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ GMM എന്നുള്ള ടേം, ഗ്രാം മോളിക്കുലർ മാസ് എന്നുള്ള ടേമും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മോൾ കൺസെപ്റ്റിൽ നമുക്ക് ആ ടേംസ് അത്ര ആവശ്യമില്ല, പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസും സെയിം തന്നെയാ, അല്ലേ? കാരണം നമ്മൾ എന്ത് സാധനം എടുത്തോ അത് അതിന്റെ ഗ്രാംസിൽ, അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് എടുത്തിട്ട് ഇസ് 1 മോൾ.
അത് തന്നെയാണ് എന്ത് 1 gram atomic mass. ഓക്കെ നമ്മളോട് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ചോദിച്ചാലും നമ്പർ ഓഫ് മോൾസ് ചോദിച്ചാലും സെയിം കാര്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈക്വൽ ആയിരിക്കും അത്. ഓക്കെ അതേപോലെ എന്തെങ്കിലും ഒരു മോളിക്യൂൾ ഉണ്ട്, അത് നമ്മൾ മോളിക്കുലർ മാസ് ഇൻ ഗ്രാംസ് എടുത്തു, ഇറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അത് തന്നെയാണ് എന്ത് 1 GMM, 1 ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ കിട്ടിയോ? പിന്നെ ഇതിൽ നമുക്ക് ആകെപ്പാടൊരു 3 ഇക്വേഷൻ പഠിച്ചാൽ മതി. ഒന്നെങ്കിൽ ചോദിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിരിക്കും, നമ്പർ ഓഫ് മോൾസ്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്കിപ്പോ മാസ് ആണ് തന്നിരിക്കുന്നത്, നമ്മളോടിപ്പോ പറയാണ് നമ്മുടെ കയ്യിൽ ഇത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട്, ഇതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ആ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, നമുക്കൊരു ആറ്റത്തിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ അറ്റോമിക് മാസ് എടുക്കുക. അതല്ല നമ്മളൊരു മോളിക്യൂൾ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ മോളിക്കുലാർ മാസ് എടുക്കുക. ക്ലിയർ ആയോ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇത്ര ഗ്രാം സബ്സ്റ്റൻസ് മാസ് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, ആറ്റത്തിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അറ്റോമിക് മാസ് യൂസ് ചെയ്യുക, ഒരു മോളിക്യൂളിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മോളിക്കുലാർ മാസ് യൂസ് ചെയ്യുക. പിന്നെ മോൾ എപ്പോഴും മണ്ണായിരിക്കില്ല, അത് പറഞ്ഞില്ല അല്ലേ, സോറി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കയ്യിൽ ഹൈഡ്രജൻ തന്നെയാന്ന് വിചാരിക്കുക, H2 അല്ല, ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് വന്നിട്ട് 1U ആണ്. അപ്പൊ നമ്മൾ 1 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അത് എത്രയാ, 1 മോൾ ഹൈഡ്രജനാ. 2 ഗ്രാം എടുത്തു, അതെന്തായിരിക്കും 2 മോള്. കാരണം അതിന്റെ അറ്റോമിക് മാസ് ഗ്രാംസിൽ എടുക്കുമ്പോഴാണ് 1 മോള്. 1 ഗ്രാം എടുത്താൽ 1 മോൾ ആണ്. 2 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഡബിൾ അല്ലേ, ഇപ്പോഴും ഡബിൾ ചെയ്യണം, 2 മോൾസ് ഉണ്ടാവും അത്. മനസ്സിലായോ? അതേപോലെ ഇപ്പൊ നമ്മുടെ 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 1 ഗ്രാമിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഇത് 4 ഗ്രാംസ് ഉണ്ട്, അപ്പൊ ഇത് എന്തോരം ഉണ്ടാവും, ഇതിൽ 4 മോൾസ് ഉണ്ടാവും. ക്ലിയർ ആയോ? അതേപോലെ ഇപ്പോ ഓക്സിജൻ 16 ആണ് അതിന്റെ അറ്റോമിക് മാസ് വരുന്നത്. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് 1 മോൾ ഓഫ് ഓക്സിജൻ അല്ലേ? അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ്, ഓക്സിജന്റെ 16 ആണ് അറ്റോമിക് മാസ് വരുന്നത്. ഓക്സിജന്റെ കേസിൽ 16 ഗ്രാം ഓക്സിജൻ ആണ് എന്ത് വിളിക്കുക, 1 മോൾ ഓക്സിജൻ എന്ന് വിളിക്കുക. സപ്പോസ് നമ്മുടെ 32 ഗ്രാം ഓക്സിജൻ ഉണ്ടെന്ന് വിചാരിക്കുക. 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്, 32 എന്ന് പറഞ്ഞാൽ 16ന്റെ നേരെ ഡബിൾ ഓക്സിജൻ ഉണ്ട്. 16 ഗ്രാമിന് 1 മോളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 32 ഗ്രാമിൽ എന്തോരം ഉണ്ടാവും, 2 മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടാവും. ഈ മോളും ഒരു ക്വാണ്ടിറ്റി ആയിട്ട്, ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി, അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഗ്രാം കിലോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ മോൾസ് എന്ന് വിളിക്കുന്നത്. അത് ഏത് ആറ്റം ആയാലും അതിന്റെ അറ്റോമിക് മാസ് ആണ് നമ്മുടെ കയ്യിലുള്ള, അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ക്ലിയർ ആയോ? നമ്മളോട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ് ചെയ്താൽ മതി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ല, നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഓക്കെ, ഇതിൽ ഇത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട് എൻ്റെ കയ്യിൽ, അതിൽ എത്ര ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു മോളില് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പൊ 2 മോളിലോ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്മുടെ 2 മോൾസ് ഉണ്ടെങ്കിൽ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണും. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ത് വന്നു, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ക്ലിയർ ആയോ? ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ആക്ച്വലി ചെയ്യണ്ട. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ സപ്പോസ് നമ്പർ ഓഫ് മോൾസ് 2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്ക് അതിന്റെ ആറ്റംസ് കണ്ടുപിടിക്കണം, ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടാൽ മതി. ഇതാണ് ഫൈനൽ ആൻസർ, അല്ലാതെ ഇതിൽ ഇനി കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. +2 ഒക്കെ എത്തുമ്പോൾ കുറച്ചും കൂടെ ചെയ്യേണ്ടി വരും, പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടം വരെ ചെയ്താൽ മതി. ജസ്റ്റ് ആ ഒരു നമ്പർ എഴുതിയിട്ടാൽ മതി എൻ്റെ കൂടെ. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കണ്ടുപിടിക്കാനും. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യാം. കിട്ടിയോ?
ഓക്കെ കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ്, ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കാന്ന് വിചാരിക്കാം. അതെന്ത് തന്നെയാ? നമ്പർ ഓഫ് മോൾസ് തന്നെയാ. ഓക്കെ കാരണം നമ്മൾ അറ്റോമിക് മാസ് ഇൻ ഗ്രാം എടുത്താലാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത്? ഗ്രാം അറ്റോമിക് മാസ്. ഒരു ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പൊ ഇവിടെ ഓക്കെ എഴുതിയിരിക്കുന്ന പോലെ പി ഹൈഡ്രജൻ, അതിൽ 1U എന്ന് പറഞ്ഞാൽ 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഹൈഡ്രജൻ. ഇത് തന്നെയാണ് എന്ത്? 1 GAM ഓഫ് ഹൈഡ്രജൻ. ഓക്കെ അപ്പൊ 2 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 GAM ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും അത്. ഓക്കെ അതുപോലെ മോളിക്യൂൾ ആണെങ്കിൽ 1 GMM ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ 2 GMM ഓഫ് ദാറ്റ് എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസിന്റെ അതേ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് GAMഉം നമ്പർ ഓഫ് GMMഉം കിട്ടും. ഓക്കെ അപ്പൊ ഇതിൽ ഈ അറ്റോമിക് മാസ് ആണോ മോളിക്കുലർ മാസ് ആണോ എന്നുള്ളത് നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് അനുസരിച്ചിട്ട് മാറും. നമ്മളൊരു ആറ്റം ആണോ എടുത്തിരിക്കുന്നത്, ഒരു മോളിക്യൂൾ ആണോ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? H മാത്രമാണ്. അപ്പൊ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. ബട്ട് എവിടെയെങ്കിലും ഇപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് യൂസ് ചെയ്തിരിക്കുകയാണെങ്കിലോ ഇറ്റ്സ് H2. അപ്പം ഓക്കെ. മോളിക്കുലർ മാസ് എത്രയായിട്ട് മാറും? 2 ആയിട്ട് മാറും. അല്ല, Clear? ഹൈഡ്രജൻ മോളിക്യൂൾസ് പറഞ്ഞാൽ H3 ഒക്കെ ആയിക്കൂടെ? ഇല്ല, ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ അതാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. മീൻസ് ഇപ്പൊ സപ്പോസ് നമ്മളോട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് H2. ഹൈഡ്രജൻ അങ്ങനെ നിൽക്കത്തുള്ളൂ. H3 ആയിട്ട് നിൽക്കാൻ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ അത് കുറെ ആറ്റംസ് ഡയറ്റോമിക് ആണ്, അതായത് അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സ്റ്റെബിലിറ്റി ഇല്ല. നമ്മുടെ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഒക്കെ ഇല്ലേ, പഠിച്ചിട്ടില്ലേ അത്? ഓക്കെ അതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാ. ഇപ്പൊ ഹീലിയം ഒരു നോബിൾ ഗ്യാസ്, അത് ഓൾറെഡി ഒക്ടറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഹീലിയം ഒരിക്കലും He2 ആയിട്ട് നിൽക്കത്തില്ല. ഓക്കെ അതിന് He ആയിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ ഇവർക്കൊന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അവരൊക്കെ എപ്പോഴും ഡൈഅറ്റോമിക് ആയിട്ടാണ് നിൽക്കുക. ഓക്കെ അതേപോലെ തന്നെ കുറെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ സൾഫർ S8 ആയിട്ടേ നിൽക്കുള്ളൂ. അത് അവരുടെ സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ടാണ്. ഓക്കെ, അത് അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചാൽ തരുമോ? അങ്ങനത്തെ തരത്തില്ല, കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ ഡയറ്റോമിക് ആണ്. അവർ H2O2 എന്ന് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പം ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് O2. വേറെ ഓക്കെ ഏതെങ്കിലും ആണ് എന്റെ പേര് വേറെയാണ്. ഓക്കെ O3 ആയ ഇറ്റ് ഈസ് ഓസോൺ. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ 2 ഇക്വേഷൻസ് നമുക്ക് മതി. പിന്നെ ഒരു കാര്യം കൂടെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് പറയും ഇത്ര മോൾ സബ്സ്റ്റൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അത് നമുക്ക് ഈ ഓക്കെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാം. കാരണം നമ്പർ ഓഫ് മോൾസ് എന്തിന് ഈക്വൽ ആണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാമെന്നുണ്ടെങ്കിൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അറ്റോമിക് മാസ് ചെയ്താൽ മതി. ഓക്കെ അത് കൂടെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്ക്. ചാൻസ് കുറവാണ് ചോദിക്കാനായിട്ട്, ബട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഗിവൺ മാസ്, നമുക്ക് മാസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് യൂസ് ചെയ്യുക, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത്. ഇനി ഒരു ഇതും കൂടെ ഉണ്ട്, നമ്മൾ ഇത് തന്നെ വോളിയം വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ പ്രോബ്ലംസ് വന്നിട്ട് ഇവിടെ ഇതൊരു സോൾവ്ഡ് പ്രോബ്ലം. ഇത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് നോക്കിയേ, ഹൗ മെനി GAM വിൽ ബി ദർ ഇൻ 46 gram ഓഫ് സോഡിയം? വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഇറ്റ്? 46 ഗ്രാം സോഡിയം ആണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ എത്ര GAM ഉണ്ട്, ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടെന്നും എനിക്കറിയണം. അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നും എനിക്കറിയണം. ഈ നമ്പർ ഓഫ് GAM എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിന്റെ അതേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ GAM എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആക്കാത്തതാണ്. ആക്ച്വൽ ടേം യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസ് എന്നാണ്. അതിൽ തന്നെയാണ് നമ്മൾ ഈ നമ്പർ ഓഫ് GAM എന്നും പറയുന്നത്. അതായത് 1 മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1 GAM ഈക്വൽ ആയിരിക്കും. അപ്പൊ സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്പർ ഓഫ് GAM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് 46 ഡിവൈഡഡ് ബൈ സോഡിയം അല്ലേ, സോഡിയം ഇസ് ആൻ ആറ്റം. സോഡിയം ഒറ്റയ്ക്കാണ് നിൽക്കുക, Na എന്നാണ് നിൽക്കുക. സോഡിയം ആറ്റം ആണുള്ളത്. അതുപോലെ ഇവിടെ ആറ്റംസിന്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അറ്റോമിക് മാസ് യൂസ് ചെയ്താൽ മതി. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് വന്നിട്ട് 23 ആണ്.
ഈ അറ്റോമിക് മാസും നമുക്ക് കോമൺ കാര്യങ്ങളുടെ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ലൈക്ക് കോമൺ ഓക്കെ. ആയിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ അതിനൊന്നും തരില്ല. അല്ലാതെ സോഡിയം വേറെ ഏതെങ്കിലും ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റോമിക് മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. സോഡിയത്തിന്റെ തരും? സോഡിയത്തിന്റെ തരാറുണ്ട് സാധാരണ. 23 ആണെന്നാലും നമ്മൾ ചെയ്തു വരുമ്പോൾ കുറെ നമ്മൾ തന്നെ ബൈ ഹാർട്ട് ആയിക്കോളും. നമുക്ക് കോമൺ അവരൊക്കെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുള്ളൂ. റാൻഡം ആയിട്ട് കുറെ എലമെന്റ്സ് ഒന്നും തരത്തില്ല. കോമൺ ആയിട്ട് ചോദിക്കുന്ന എലമെന്റ്സ് തന്നെ എപ്പോഴും ചോദിക്കും. ഓക്കെ. ഓക്കെ, അപ്പോൾ 46 ഗ്രാം ഉണ്ടായിരുന്നു. 23 ആണ് എന്ത് അതിന്റെ അറ്റോമിക് മാസ്. സോ 46/23 is 2. 2 GAMs ആണ് എന്തുള്ളത് അതിലുള്ളത്, അല്ലെങ്കിൽ 2 മോൾസ് ആണ് അതിലുള്ളത്. ഓക്കെ. നമ്മളിവിടെ GAM എന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2 GAM എന്ന് എഴുതാം. നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചിരുന്നെങ്കിലോ 2 മോൾസ്. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം അല്ലേ. നമ്പർ ഓഫ് ആറ്റംസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 2 ആണ്. അപ്പോ സോ 2 2 into ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. അതങ്ങനെ ഇട്ടാൽ മതി, അല്ലാതെ ഈ 2ഉം ഇതും കൂടെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആയോ? നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി, അല്ലാതെ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഇതിൽ ആൻസർ എന്തായി. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു നോക്കാം. ഹൗ മെനി GAM ഈസ് പ്രസന്റ് ഇൻ 69 ഗ്രാം സോഡിയം. സെയിം ക്വസ്റ്റ്യൻ തന്നെ, സോഡിയം തന്നെ, പക്ഷെ വേറെ മാസാ തന്നിരിക്കുന്നത്. 69 ഗ്രാംസ് ആണ്. ഓക്കെ, അപ്പൊ 69 ഗ്രാംസ് ആവുമ്പോൾ നമ്പർ ഓഫ് GAM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. GAM is equal to given mass 69 divided by അതിന്റെ atomic mass is 23. എത്രയായിരിക്കും 69/23? ചെയ്ത് നോക്കട്ടോ. ഓക്കെ. ത്രീ അല്ലേ? 3. ഇപ്പൊ നമ്പർ ഓഫ് GAM എന്താണ് ഇവിടെ, 3 GAM ആണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ 3 മോൾസ് ആണ് ഇതിലുള്ളത്. സെയിം തന്നെ കേട്ടോ, GAMഉം മോൾസും സെയിം തന്നെ. ഓക്കെ. ഇനി അടുത്ത ശരിക്കും എന്താ, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, 3 ആണ്. സോ 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ഓക്കെ. ഇത്രയും ആറ്റംസ് ഉണ്ടാവും. ഇതൊരു വലിയ നമ്പർ ആണ് കേട്ടോ, 6 കഴിഞ്ഞിട്ട് 23 ഡിജിറ്റ്സ് ഉണ്ട്. അത്രയും വലിയ നമ്പർ ആണത്. നമ്മൾ ജസ്റ്റ് അത് നമ്പർ എഴുതിയിട്ടാൽ മതി. ഓക്കെ. ഓക്കെ അല്ലോ. ഇനി അവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദി സാമ്പിൾ. 2 സാമ്പിൾ തന്നിട്ടുണ്ട്, അതിൽ രണ്ടിലെയും നമ്പർ ഓഫ് ആറ്റംസ് വേണം. നമ്പർ ഓഫ് ആറ്റംസ് വേണമെങ്കിൽ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. അതിന്റെ തന്നെ അറ്റോമിക് മാസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയത് രണ്ടും. 42 ഗ്രാം നൈട്രജനും 80 ഗ്രാം ഓക്സിജനും. ആദ്യം നൈട്രജൻ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കുക, ദെൻ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. പിന്നെ വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. കൂടുതലും നമുക്ക് 10th ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ നമ്പേഴ്സേ തരുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ ചെയ്യാൻ തരത്തില്ല. കംപ്ലീറ്റ്ലി ഡിവിസിബിളേ തരുള്ളൂ. 3, 5, 10 അതിനപ്പുറത്തേക്കൊന്നും വാല്യൂസ് പോവില്ല. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. മാക്സിമം നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ നമ്പേഴ്സേ തരുള്ളൂ. റെയർ കേസസിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിവൈഡ് ചെയ്യേണ്ട അക്കങ്ങളൊക്കെ തട്ടും. പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കിട്ടും.
അല്ല മാം, ഇവിടെ ഗിവൺ മാസ് 14 ആണ്. അല്ല, ഗിവൺ മാസ് എന്താ 42 ഗ്രാം. ഇത് അറ്റോമിക് മാസാ. ഓക്കെ, അങ്ങനെ. 42 ഗ്രാം നൈട്രജൻ ആണ് ഗിവൺ മാസ്. ആ 42 അങ്ങനെ. ഓക്കെ, മനസ്സിലായോ? ആ ശരി. എന്ത് വരും? ഗിവൺ മാസ് 42 ഡിവൈഡഡ് ബൈ 14. ഓക്കെ. നൈട്രജന്റെ ആണല്ലോ ആദ്യം 14. ഓക്കെ. എത്ര കിട്ടി? ഫസ്റ്റ് 3. 3. അപ്പൊ ഇത് 3 GAM ആണുള്ളത്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 3യോ? 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ സോറി, അങ്ങനെ. അല്ലേ? 3 GAMs ഉണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 GAMs ഉണ്ട്. ആൻഡ് ഓൾസോ അതിൽ 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിലോ, ഓക്സിജനിലേക്ക് വരുന്ന സമയത്ത് 5. 5 വരും അല്ലെ? 80 ഗ്രാമില് 80 ഡിവൈഡ് ബൈ 16 ചെയ്യുന്ന സമയത്ത് 5 GAM ആണ് അതിലുള്ളത്. അതായത് 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ. ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ സപ്പോസ് നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 64 ഗ്രാം ഓക്സിജനിൽ എത്ര GMM ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി GMM ആർ ദർ ഇൻ 64 ഗ്രാം ഓക്സിജൻ? അപ്പൊ എന്താ? സെയിം ഇക്വേഷൻ തന്നെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM അല്ലേ ചോദിച്ചത്? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം? മോളിക്കുലാർ മാസ് കൊടുക്കണം. ഓക്കെ. ഓക്സിജൻ O2 ആയിട്ടാണ് നിൽക്കുക. അപ്പൊ ഒരു ഓക്സിജന്റെ മാസ് 16 ആണ്. അപ്പൊ O2ന്റെ മാസ് എന്ത് വരും? 16 ഇൻറ്റു 32 U ആണ് ഓക്സിജന്റെ മോളിക്കുലാർ മാസ്. ആയോ? അപ്പൊ 64 ഡിവൈഡ് ബൈ 32 ചെയ്യുക. ഇറ്റ് ഈസ് 2 GMM ആണ് അതിലുള്ളത്. ഓക്കെ. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? ഓക്കെ, നമ്മൾ ഇത് എടുത്തത് GMM അല്ലേ? അപ്പൊ ഇതിന്റെ അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ക്ലിയർ ആയോ? നമ്മളിവിടെ കണ്ടുപിടിച്ചത് GAM ആയിരുന്നെങ്കിൽ നമ്മൾ അതും അവഗാഡ്രോ നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ആറ്റംസ് ആയിരിക്കും. GMM എടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇതിന്റെ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. അതായത് ഈ പറഞ്ഞ സാമ്പിളില് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്, O2 മോളിക്യൂൾസ് ഉണ്ട്. ഇനിയിപ്പോ സപ്പോസ് ഒരു ക്വസ്റ്റ്യനും കൂടെ അവിടെ ചോദിച്ചിരിക്കാന്ന് വിചാരിക്കാം. ഹൗ മെനി ആറ്റംസ് ആർ ദർ എന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, O2 അല്ല, അതായത് ഒരു മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലെ? O2 ആവുന്ന സമയത്ത് ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാവും? 2 ഇൻറ്റു
2 into അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് അല്ലേ? അതെങ്ങനെ? അതായത് ഒരു O2 മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റം അല്ലേ അതിലുള്ളത്? അതെ. 2 ഓക്സിജൻ ആറ്റം. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താ? 2 into അവഗാഡ്രോ നമ്പർ. അത്രയും നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ അതിന് ഓക്സിജൻ ആറ്റംസ് എത്രയുണ്ടാവും? ഇൻറ്റു 2 അല്ലായിരിക്കും. ഓക്കെ. മനസ്സിലായോ? അപ്പൊ എന്താ? 2 into അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. ഓക്കെ. കിട്ടിയോ? അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ മോളിക്യൂൾ വെച്ചിട്ട് ആറ്റംസിന്റെ നമ്പർ റയർ ആയിട്ടേ ചോദിക്കത്തുള്ളൂ. മെയിൻ ആയിട്ട് മോളിക്യൂൾസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഒരു മോളിക്യൂൾ തന്നിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് GMM കണ്ടുപിടിക്കുക. അതായത് ഡിനോമിനേറ്ററിൽ എന്ത് യൂസ് ചെയ്യണം? അതിന്റെ മോളിക്യുലാർ മാസ് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന GMM ആയിരിക്കും. ആ GMM ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും കിട്ടുക. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതിന്റെ സിമിലർ 2 ക്വസ്റ്റ്യൻ താഴെയുണ്ട്. നമ്മൾ മോളി ചെയ്ത പോലെ തന്നെ 360 ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? അതിന്റെ മോളിക്കുലർ മാസ് അവർ തന്നിട്ടുണ്ട് 180 ആണ്. എന്ത് ചെയ്താൽ മതി? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ മോളിക്കുലർ മാസ് യൂസ് ചെയ്യുക, ഡിവൈഡ് ബൈ 180. ചെയ്ത് നോക്കിയേ. ആണോ? 2. അതായത് ഇതെന്താണ്? 2 GMM ഗ്ലൂക്കോസ് ആണിത്. അപ്പൊ അതിലെന്താ? 2 into അവഗാഡ്രോ നമ്പർ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവും. അതായിരിക്കും അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. 2 into അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് സാമ്പിള് 90 ഗ്രാം വാട്ടർ. മോളിക്കുലർ മാസ് അവിടെ തന്നിട്ടുണ്ട് 18 ആണ്. ചിലപ്പോ ഈ മോളിക്യൂളിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തെ ഡയറക്റ്റ് ആയിട്ട് മോളിക്കുലർ മാസ് തരണം എന്നില്ല. അതിന്റെ ഫോർമുല തന്നിട്ടുണ്ടാവും, അതിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ടാവും. മോളിക്കുലർ മാസ് നമ്മൾ സാധാരണ പോലെ കണ്ടുപിടിക്കാം. ഇപ്പൊ H2O ആണ്, ഇപ്പൊ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ തന്നെ H2O അല്ലേ? അപ്പൊ ഫസ്റ്റ് 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 2 into ഹൈഡ്രജന്റെ മാസ് വന്നിട്ട് 1 പ്ലസ് ഓക്സിജന്റെ മാസ് 16. നമുക്ക് 18 കിട്ടും. ചിലപ്പോ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോ ഡയറക്റ്റ് മോളിക്കുലർ മാസ് തന്നെ തരും. അത് മനസ്സിലായില്ല. നമ്മൾ എങ്ങനെ ഒരു ആറ്റത്തിൽ നിന്ന് അതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം? അതിലെ എല്ലാ ആറ്റങ്ങളുടെയും ആറ്റോമിക് മാസ് എന്ത് ചെയ്യാ? ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ H2O നോക്കുന്ന സമയത്ത് 2 ഹൈഡ്രജൻസ് ഉണ്ടല്ലോ. സോ 2 into ഹൈഡ്രജന്റെ മാസ് വന്നിട്ട് 1 ആണ്. പ്ലസ് പിന്നെ ഒരു ഓക്സിജനും കൂടെ ഉണ്ട്. ഓക്സിജന്റെ മാസ് 16. ഇത് എത്ര വരും? 18. അതുപോലെ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോ അമോണിയയുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. NH3 ആണ് അമോണിയ. ഒരു നൈട്രജൻ അല്ലേ ഉള്ളൂ. നൈട്രജന്റെ മാസ് 14 ആണ്. പ്ലസ് 3 ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ? സോ 3 into ഹൈഡ്രജന്റെ മാസ് 1 ആണ്. സോ 17 വരും. എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക? ആ ഒരു മോളിക്യൂളിലുള്ള എല്ലാ ആറ്റത്തിന്റെയും മാസ് എടുത്തിട്ട് സം ചെയ്യാം. അതും ചിലപ്പോ ചോദിക്കാറുണ്ട്, പക്ഷെ ചിലപ്പോ തരും, ഡയറക്റ്റ് തരും. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് വാട്ടറിന്റെ ആണ് മോളിക്കുലർ മാസ് 18 ആണ്. 90 ഗ്രാം വാട്ടർ ആണ് നമ്മുടെ ഉള്ളത്. അങ്ങനെ കണ്ടുപിടിച്ചോ. എത്ര GMM ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഹലോ, കേറിയില്ല?
4 GMM ആണോ? 5 അല്ലേ? സോറി 5 5 GMM വാട്ടർ ആണത്. അപ്പൊ അതിൽ എത്ര നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഏത് ആറ്റം ആയാലും അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 GAM, 1 ഗ്രാം അറ്റോമിക് മാസ് ആണ് അതിലുള്ളത്. അതല്ല നമ്മളൊരു മോളിക്യൂളാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ് ഇൻ ഗ്രാംസ് എടുത്താൽ ഇറ്റ് ഈസ് 1 GMM, 1 ഗ്രാം മോളിക്കുലാർ മാസ്. അതിനെ തന്നെയാണ് നമ്മൾ ഈ 1 മോൾ എന്ന് പറയുന്നത്. പക്ഷെ മോൾ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസ്, അതിന്റെ എമൗണ്ട് ആണ് എന്ത്? 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, 1 മോളിൽ അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 2 മോൾ ആവുന്ന സമയത്ത് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ അറ്റോമിക് മാസ് ഓർ മോളിക്കുലാർ മാസ്, ഏത് സബ്സ്റ്റൻസ് ആയാലും അതിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഇൻ ഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ആ 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ആണെങ്കിൽ ആറ്റംസ് ഉണ്ടാവും, ഒരു മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തത് മാസ് യൂസ് ചെയ്തിട്ടാണ്. ഇതേപോലെ തന്നെ വോളിയം യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ, സെയിം കാൽക്കുലേഷൻ തന്നെ അതും കൂടെ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാതില്ല. ഇന്ന് പ്രോബ്ലംസ് ആണ് വരിക, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല, പ്രോബ്ലംസ് ആണ് വരിക. ടെക്സ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലാതെയും പ്രോബ്ലംസ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റിൽ ആദ്യം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ചെയ്യാം. ആ ഒരു വോളിയത്തിന്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടെ ഉള്ളൂ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പക്ഷെ ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഈ ടെക്സ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ വരെ ഈ മോൾ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കണേ നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ വോളിയം കൂടി എടുത്തിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.